जलं चैव न तेजो न जवायवः न चाकाशं न चित्तं च न बुद्धिक्राणगोचरः न च ब्रह्मा न विष्णुश्च न च रुद्रश्च तारकाः सर्वशून्यनिरालम्ब स्वयंभू विश्वकर्मणः. ഇന്ന് വേണ്ട. എത്ര നേരമായി പോയിട്ട്? ആഹാ, പിന്നെ തൊഴണ്ടേ? കൊള്ളാം. എണീറ്റതേ ഉള്ളോ? കുളിയൊന്നും കഴിഞ്ഞില്ലേ? സൺഡേ പിന്നെ കുളിക്കണ്ടല്ലോ അല്ലേ? അതെ, നിങ്ങളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രസാദൊക്കെ തൊടാൻ നീ പോയി ചായ എടുക്ക്. നിങ്ങൾ ഈ പല്ലുപോലും തേക്കാതെ എങ്ങനെ കാപ്പ് കുടിക്കുന്നേ? പല്ലൊക്കെ ഞാൻ തേച്ചു. അപ്പോഴതേ അച്ചോട്ടം വന്നത്. വത്സലേജ് പറഞ്ഞു വിട്ടാന്ന് ചുരിദാറോ സാരിയോ എന്തോ കൊടുക്കാനുണ്ടെന്ന്. നീ ഇല്ലാത്തോണ്ട് ഞാനങ്ങ് പറഞ്ഞു വിട്ടു. ആ പുള്ളി എപ്പോഴും അങ്ങനെയാ. ഞാൻ ഇല്ലാത്ത സമയത്തേ വരത്തുള്ളൂ. എന്നിട്ട് വത്സലേച്ച് എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും, നീ എന്താ ചുരിദാർ കൊടുത്തുവിടാത്തേന്ന്. ആ, ഇനിയിപ്പോ നാളെ കാണും കൊടുക്കാം. സുമേ, ഇടി സുമേ, ഇന്നത്തെ പത്രം വായിച്ചിരുന്നോ? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ഉഗ്ര ലോക്ക് വന്നിട്ടുണ്ട്. അമ്മായിയമ്മയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാര്യയായി തുടരാനാവില്ല. അഹമ്മദാബാദ്. ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കാനാകാത്ത സ്ത്രീകൾക്ക് ഭാര്യയായി തുടരാൻ അർഹതയില്ലെന്ന് ഗുജറാത്ത് ഹൈക്കോടതി. കേൾക്കുന്നുണ്ടോ? ആ, കേട്ടു. ഞാൻ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോരാം. സൂരറ്റ് സ്വദേശിയായ ഒരു ഡോക്ടർ സമർപ്പിച്ച വിവാഹമോചന ഹർജി ചീഫ് ജസ്റ്റിസ് ഭാസ്കർ ഭട്ടാചാര്യ അടങ്ങുന്ന ബെഞ്ച് അംഗീകരിച്ചു. തൻ്റെ അമ്മയെ ഡോക്ടർ കൂടിയായ ഭാര്യ കൂടെ താമസിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു പരാതി. ഇത് കാരണം അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മാത്രമല്ല, അച്ഛൻ ക്യാൻസർ ബാധിച്ച് കിടക്കുമ്പോൾ എന്നിട്ട് അയ്യടാ, ഈ കണ്ണി കണ്ട വാർത്തയൊക്കെ വായിച്ചിരിക്കാതെ അടുക്കളയിലോട്ട് വാ, പണിയുണ്ട്. അല്ല, നിക്ക, ഇത് കേട്ടിട്ട് പോ. ശുശ്രൂഷിക്കാൻ ശ്രമിക്കുന്നതിനെ ഭാര്യ എതിർത്തു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അച്ഛൻ്റെ മരണശേഷം അമ്മയെ വീട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും ഭാര്യ സമ്മതിച്ചില്ല എന്ന് ഡോക്ടർ കോടതിയിൽ പറഞ്ഞു. വാർത്തയല്ലേ, സത്യമാണോന്ന് ആർക്കറിയാം? കണ്ടോ? എന്തുകൊണ്ടോന്നു? ആ പെണ്ണുമ്പിളയ്ക്ക് വല്ല വട്ടുമായിരിക്കും. വട്ടോ? ഇത് കോടതി വിധിയാണ്. ഈ എഴുതിയത് നോക്ക്. അച്ഛൻ്റെ മരണശേഷം അമ്മയെ വീട്ടിൽ കയറ്റാൻ പോലും സമ്മതിച്ചില്ലെന്ന്. ശവം. എന്റെ ശ്രീ, വല്ലോടത്ത് നടക്കുന്ന കാര്യത്തെ പറ്റി നമ്മൾ എന്നെ തന്നെ തർക്കിക്കുന്നേ? പലയിടത്തും നടക്കുന്ന കാര്യോ? ഇതുപോലെ എത്ര വീടുകളുണ്ട്? നമുക്ക് നേരിട്ട് അറിയാവുന്ന ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലെന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയല്ലേ? എന്റെ പൊന്നോ, നിന്നെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ വെണ്ടയ്ക്കൊന്ന് അരിഞ്ഞു തരൂ, ഞാൻ പുതിയൊരു ഡിഷ് ഉണ്ടാക്കി തരാം. വെണ്ടയ്ക്ക കൊണ്ടാട്ടം. മനുഷ്യ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അവളുടെ കൊണ്ടാട്ടം. നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ അടുക്കളപ്പണിയാണ്. ഇതെനിക്കറിയാനുള്ളതാണോ? ചൂടുണ്ട്. ശ്രീ, നല്ലൊരു ദിവസമായിട്ട് വഴക്കിന് വരല്ലേ? ഞാൻ അല്ലെങ്കിൽ വഴക്കിനൊന്നും വരുന്നില്ല. ഇല്ലാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. അതൊക്കെ പോട്ടെ, ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോ വെറുതെ അമ്മയെ ഓർത്തു. അമ്മയെ മാത്രമേ ഓർത്തുള്ളൂ? എന്താ ഓർത്തേ? എന്നെ നല്ല മൂഡിലാണല്ലോ. അമ്മയെ മാത്രമേ ഓർത്തുള്ളൂ? അമ്മയെ മാത്രമല്ല. അയ്യടാ, നാറിയിട്ട് വയ്യ, പോയി പല്ല് വെച്ചിട്ടോ. ദേ, വെറുതെ നിൽക്കുകയാണെങ്കിൽ ഇതൊന്ന് അരിഞ്ഞു തന്നെ. അരിയ, ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. എന്താ പോരെ? കണ്ടോ കണ്ടോ, ഒന്ന് സഹായിക്കാൻ പറഞ്ഞാൽ 100 കാര്യങ്ങൾ. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു.
എന്നാ നടുവെന്ന് തിരുമ്മി തരാൻ പറഞ്ഞാലോ? തിരുമ്മി കഴിഞ്ഞാലും എനിക്ക് എന്നാ പണി. മുത്തേ, നീ എന്നെ എടുക്കുവാ? തങ്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൂയമ്പിന്ന് മുടക്കും ഞാൻ. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നീ നിന്റെ അച്ഛനെ പോലെ കുത്തി വരച്ചോണ്ടിരുന്നു. പരീക്ഷയ്ക്ക് മുട്ട മേടിച്ചോണ്ട് വരാം. എന്റെ ശ്രീ, ഇതൊന്നും ഇല്ലാതാണോ കേറുന്നേ? കൊച്ചിനെക്കാളും കഷ്ടം. തോർത്ത് ശ്രീ, തോർത്ത് ശ്രീ. എന്നാ തോർത്ത്. കുളിച്ചാലോ? ഇന്ന് മൊത്തം ഇളക്കമാണല്ലോ. ഇളകൂടെ കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ തരിതരിരി തരിതരിരി വാ വാ എന്റെ കോണു തോരിരിരി തോരിരിരി തോരിരിരി. ആഹാ, മിടുക്കനായല്ലോ. ശ്രീ ഇതുപോലെ ഒരുങ്ങി അമ്പലത്തിൽ വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. പ്രസാദം തൊട്ടില്ലേ? നീയല്ലേ എന്റെ പ്രസാദം? അതെ അതെ, ഈ തൊടല് മാത്രമേ ഉള്ളൂ. എന്ത് വർത്താനം നീ പറഞ്ഞത്? കൊച്ചിരിക്കുന്നു. മാറുങ്ങോട്ട്, എനിക്ക് അടുക്കള വേറെ പണിയുണ്ട്. ഞാൻ അമ്പലത്തിൽ വന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ? എനിക്കും മോനും വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതുപോലെ സൺഡേ ആണ് ആകെ ഒന്ന് ഉറങ്ങാൻ കിട്ടുന്നത്. നിനക്ക് പിന്നെ ഉറക്കമില്ലല്ലോ. ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയാമോ? അമ്പലത്തിൽ പോയിട്ട് സ്റ്റാറ്റസ് ഇട്ട് നാട്ടുകാരെ കാണിക്കാനല്ലേ? അതല്ല ശ്രീ, ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ഒരു സന്തോഷം. അമ്മ ഉണ്ടായിരുന്നപ്പോ ഒന്നും മിണ്ടാൻ കൂടി പറ്റില്ലായിരുന്നു. അപ്പൊ അമ്മ ഇവിടെ ഇല്ലാത്തതാണ് നിനക്ക് സന്തോഷം അല്ലേ? ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായി. അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടായിരുന്നല്ലോ, അതാ കാര്യം. അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമില്ലാണ്ടല്ല, നീ അമ്മയോടൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ പ്രശ്നം. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അമ്മ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുമെന്ന് വെച്ചാ അത് ഇത്തിരി കടുപ്പാ. ഡാ, വന്ന് കഴിച്ചേ. അന്ന് മേലേടത്തെ ചേച്ചിയും ചേട്ടനും വന്നപ്പോ തന്നെ നിന്റെ അടുത്ത് എന്താ ഞാൻ പറഞ്ഞത്? ഇന്ന് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു. നീ അത് കേട്ടോ? അത് പിന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യല്ലേ. പിന്നെ അത് ശരിയാ, പക്ഷെ അന്ന് ഞാൻ പറഞ്ഞല്ലേ പോണ്ടെന്ന്. അമ്മയും പറഞ്ഞു, നീ അത് കേട്ടില്ല. വല്ലപ്പോഴും കൂടി എനിക്കൊരു അവധി കിട്ടുന്നേ. അന്ന് എനിക്കെന്റെ വീട്ടിൽ പോണ്ടേ? നിങ്ങളുടെ പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടല്ലോ, പിന്നെന്താ? സ്വന്തം പെങ്ങൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവിക്കുന്നത്. അതാ അവധി കിട്ടുമ്പോ പിള്ളേരെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നത്. ഞാൻ എവിടെയും പോകണ്ടെന്ന് പറഞ്ഞില്ല. വീട്ടിൽ വിരുന്നാർ വരുമ്പോഴാണ് നീ വീട്ടിൽ പോയി നിൽക്കണത്. ഇവിടെ അമ്മ സഹായിക്കാൻ ആരാ ഉള്ളത്? തൽക്കാലം ഇപ്പൊ പോകണ്ട, അമ്മ ഒറ്റയ്ക്കുള്ളൂ. ഒറ്റയ്ക്ക് ഒരു ദിവസം അടുക്കള കയറി ഉണ്ടാക്കിന്ന് വെച്ചാൽ ഒന്നും വരാനില്ല. മോഡലിനെ പോലെ പണിയെടുത്താലും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കുറ്റം മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് വാശിയാണെങ്കിലും ഞാനും വാശി കാണിക്കും. അത് തന്നെ ഞാനും പറഞ്ഞത്, നിന്റെ വാശി. എനിക്ക് മാത്രമേ വാശിയുള്ളോ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് വാശിയില്ലായിരിക്കും. രാവിലത്തെ ഉച്ചക്കത്തെയും ചോറും കറിയും ഉണ്ടാക്കിയിട്ടാ ഞാൻ പോകുന്നത്. എന്നിട്ട് ഓഫീസിൽ എന്ന് ലേറ്റ്. തിരിച്ചു വന്നാലോ വീണ്ടും അടുക്കള പണി തന്നെ. അലക്കുന്നത് പോലും നട്ട പാതിരിക്കാം. എന്നിട്ട് നിങ്ങളുടെ അമ്മ പറയുന്ന പണിയെടുക്കുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. അവരെയൊന്നും നമുക്കിനി മാറ്റാൻ പറ്റില്ല. നമ്മളായിട്ട് മാറി കൊടുത്താൽ മതി, എങ്കിലേ വീട്ടിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ഈ സമാധാനം എന്ന് പറഞ്ഞ സാധനേ ഞാൻ മാത്രം വിചാരിച്ച ഉണ്ടാകുന്ന ഒന്നല്ല, നിങ്ങളും കൂടി വിചാരിക്കണം. ഞാൻ എന്ത് വിചാരിക്കാൻ? എല്ലാം നിന്റെ ഓരോ വിചാരങ്ങളല്ലേ. എന്നിട്ട് പിന്നെ നീ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും. എന്നെ ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഉടനെ പോയിട്ട് ഒരു വിളക്കൊഴിപാട്. വെറുതെ അല്ല ഈ നാട്ടിൽ നരബലിയൊക്കെ കൂടുന്നത് നിന്നെ പോലുള്ളവരുടെ ഭക്തിഭ്രാന്ത് കാരണം കൊണ്ടാ. ഓ, ഈ വഴിപാടൊക്കെ നടത്തുന്ന എനിക്ക് വേണ്ടി മാത്രമാണല്ലോ. അല്ലെങ്കിലും എനിക്കറിയാം ഇതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് എന്റെ തല തന്നെ വന്ന് വീഴുന്നു. നിങ്ങളുടെ അമ്മ ഉണ്ടായിരുന്നപ്പോ ഇത് തന്നെയായിരുന്നു. നീ വെറുതെ അമ്മയൊന്നും കുറ്റം പറയാൻ നിൽക്കണ്ട. നിന്റെ വീട്ടിൽ വരുമ്പോഴും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ തോന്നാറ്. നിങ്ങൾ പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട് എല്ലാ പ്രശ്നത്തിനും കാരണം അമ്മായിയമ്മയാണെന്ന്. എന്നാ എന്നാ തേങ്ങ കൊണ്ട് വെട്ടിക്കൊണ്ടുവാ. ഒരു ദിവസം ഞാൻ വെട്ടിക്കൊണ്ട് വരും. ഞാൻ അത്ര നല്ല തറവാടിത്തം പാരമ്പര്യമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ നോക്കായിരുന്നല്ലോ. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ആ പഴയ കാമുകിയെ കെട്ടാത്തിന്റെ ചുരുക്കായിരിക്കും അല്ലേ? എനിക്കറിയാം. നിർത്ത്. ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ക്ലീശ പരിപാടിയാ. അത് വേണ്ട. ഇപ്പൊ ഞാൻ പറയുന്നതിനായി കുഴപ്പം. എന്നും തുടക്കം എങ്ങനെയാണല്ലോ. തല്ലി കൊള്ളുന്ന ഞാനും ഒച്ച വെക്കുന്ന നീയും. വീട്ടുകാർ നാട്ടുകാരൊക്കെ നോക്കുമ്പോ നിനക്കൊരു കുഴപ്പമില്ല, ഞാൻ മാത്രം കുറ്റക്കാരൻ. എന്തോന്നാ? ഒന്നുമില്ലേ, ഇനി വരാൻ പോകുന്ന സീൻ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിന്റെ വീട്ടുകാരുടെ കാര്യം. നിന്റെ അച്ഛന്റെ ചേട്ടൻ മരിച്ചപ്പോ സ്വന്തം മകള് പോലും ബലിയിടാൻ വന്നില്ല. അച്ഛനോട് പകയാണ്. എന്നിട്ട് വലിയ തറവാട്ടുകാർ വന്നേക്കും. കൂടപ്പറപ്പുകളെ ആറ്റാണെന്നും അച്ഛനും അമ്മയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ആൺമക്കള് തലയെറിച്ച് പോയത് ഓക്കെ, പെൺമക്കളോ സ്വത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മേനെ കോടതി വരാൻ വരെ കയറ്റിയില്ലേ. അതുകൊണ്ടായിരിക്കും കെട്ടാച്ചരക്കായ
ചേട്ടനോട് പോലും നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? നമ്മുടെ മോന്റെ പിറന്നാളിന് പോലും ഈ വീട്ടിൽ കാലുകുത്തിയോ? അതിന്റെ പേരിൽ അമ്മ എത്ര മാസം മിണ്ടാതിരുന്നു. എന്നിട്ടിപ്പോ എന്തു പറഞ്ഞാലും എനിക്കും എന്റെ വീട്ടുകാർക്കും കുറ്റം അല്ലേ? എന്റെ മനസ്സും നോവും. നിന്റെ മനസ്സിന്റെ നോവ് കാരണം കൊണ്ടാണല്ലോ ഞാൻ ഈ അനുഭവിച്ചോണ്ടിരിക്കുന്നല്ല. അപ്പൊ എന്നെ നിങ്ങൾ ഇത്രയും നാള് സഹിക്കാണെന്നല്ലേ പറഞ്ഞത്? അയ്യോ, സഹനമെന്നല്ല ഇതിന് പറയുന്നത്, ചത്ത് ജീവിക്കാന്ന് പറയും. എന്നാ നിന്റെ തേങ്ങ. ഇത്രയും നാളായിട്ട് നിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ് എന്റെ വിഷമം. നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ സുഖം, സ്വന്തം കാര്യം മാത്രം. അതെങ്ങനെ സ്വന്തം പെങ്ങളോട് പോലും നിങ്ങൾക്ക് സ്നേഹമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. സുമൻ, നീ എന്തിനാ തൊട്ടേനും പിടിച്ചെനക്ക് ചൂടാവുന്നേ? ഹലോ. ചേച്ചി. ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു. അതെ. മഞ്ഞ ചുരിദാറല്ലേ? അതെ. നാളെ ഞാൻ മോനെ ട്യൂഷനാക്കാൻ വരുമ്പോൾ കൊണ്ടുവരാം. ഓക്കെ, ശരി. സുമേ, ഈ തൊട്ടേനും പിടിച്ചെനക്ക് നീ എന്തിനാ ചൂടാവുന്നേ? മറ്റുള്ളവരെ ഇങ്ങനെ വെറുപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നീ ഉണ്ടാക്കുന്നല്ലാതെ ഇവിടെ വേറെന്ത് പ്രശ്നം ഉള്ളത്? എന്തിനാ നീ വേദന പിഴിഞ്ഞുപിടിച്ച് ജീവിക്കുന്നേ? എന്താ ഇപ്പൊ പറഞ്ഞേ? ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നോ? സുമേ, അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? പ്രശ്നോ? നിങ്ങൾ തന്നെയാ പ്രശ്നം. ഞാനോ? അതെ. എല്ലാത്തിനും തുടക്കമിടും, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മാറി നിൽക്കും. നിങ്ങൾ ആകെ എന്റെ അടുത്ത് വരുന്നത് വഴക്കിടാനും കൂടെ കിടക്കാനും അല്ലേ? ബാക്കിയെല്ലാം ഞാൻ ചെയ്യണം. ഗ്യാസ് ബുക്ക് ചെയ്യണം, കാപ്പി ഉണ്ടാക്കണം, ചോറ് വെക്കണം, തുണി അലക്കണം, മോനെ ഒരുക്കി സ്കൂളിൽ വിടണം. എന്തിന്? നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ കീ വരെ എടുത്ത് തരണം. ജോലിക്ക് എന്നാണ് പോകുന്നതെന്ന് ആർക്കറിയാം? നമ്മുടെ മോന്റെ പ്രസവത്തിനുള്ള കാശ് പോലും ഞാൻ തന്നെയല്ലേ എടുത്തത്. എന്റെ ആ ചിട്ടി വീണിലായിരുന്ന കാണായിരുന്നു. എന്റെ പൊന്നു സുമേ, ഇതൊക്കെ എല്ലാ സ്ത്രീകളും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാ. അതെ, ഈ സ്ത്രീ ചെയ്യണം. സ്ത്രീകൾ മാത്രം ചെയ്താൽ മതിയല്ലോ. നിങ്ങൾ ആണുങ്ങൾക്ക് ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാലോ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. ആ ചെറുക്കനും അങ്ങനെയാ. അതെങ്ങനെയാ? തന്ത ശരിയാവണം. മടുപ്പായി ശ്രീ. പറയുന്നതൊക്കെ കുറ്റം, ചെയ്യുന്നതൊക്കെ മോശം. ഇത്രയും കാലത്തിനിടയിൽ എന്നെ ഒന്ന് കരയിക്കാതെ എന്നെ അറിഞ്ഞിട്ടുണ്ടോ? ഞാനായതുകൊണ്ടാ. വേറെ വല്ലവരായിരുന്നെങ്കിൽ കാണായിരുന്നു. സഹിച്ചു കഴിയാൻ മാത്രം നിനക്ക് ഇവിടെ എന്താ പ്രശ്നം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സുമേ, വായി തോന്നി വിളിച്ച് പറയണ്ടോ? നീ വായി തോന്നി വിളിച്ച് പറയുന്നതല്ല. ഇതൊരു വീടാണ്. ഈ വീട്ടിൽ കാണിക്കേണ്ട മര്യാദകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അത് നിങ്ങൾ കാണിക്കുന്നില്ല. കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ചേട്ടൻ കാണിക്കുന്ന തോന്നിയാസങ്ങൾ ഈ വീട്ടിൽ കാണിക്കാൻ പറ്റത്തില്ല. എന്നാ മിണ്ടരുത്. എല്ലാത്തിനും വെട്ടി ഞാനും ചാവും. നീ ആ കത്തി മാറ്റി പിടിച്ചേ. നീ ആരോടെ വാശി കാണിക്കുന്നേ? സുമേ, നീ കളിക്കല്ലേ. കത്തി മാറ്റി പിടിക്കേ. നീ അതിഞ്ഞ ഞാൻ ഇരിഞ്ഞാലോ? കളിക്കില്ല. നീ കത്തി ചെന്നേ. എന്ത് വേണമെങ്കിലും പറയാൻ കാണി. എനിക്ക് എന്നെ തന്നെ അറിയില്ല എന്താ ചെയ്യാന്ന്. ശ്രീ മാറ്. നിന്റെ വീട്ടുകാരെ പറഞ്ഞാണെങ്കിൽ സോറി. ഇത് കത്തിയാണ്. നീ കളിക്കല്ലേ? നീ ശ്രീ മാറി നിൽക്കുന്നുണ്ടോ? കാല് പിടിക്കാൻ ഞാൻ. കൊച്ചപ്പറ ഇരിക്കുന്നു. നീ എന്താ കാണിക്കണ? നീ എല്ലാ സ്വഭാവം നാട്ടുകാരറിയട്ടടാ. സുമേ, നീ ഒരു പുല്ല് പറയണ്ടടാ. പേടിച്ചു പോയോ നീ? അച്ഛനമ്മ തമാശ കളിച്ചല്ലേ? പേടിക്കണ്ട, വാ. ചുമ്മാ പറഞ്ഞല്ലേ? വാ. മോൻ എന്തിനാ കരഞ്ഞേ? അമ്മ കരഞ്ഞോണ്ടാ? അച്ഛനിപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് കരയണ്ടെന്ന് പറയാം. സുമേ, എടി അപ്പുറത്തെ ദേഷ്യത്തിൽ എനിക്ക് പറ്റിപ്പോയതാ. നീ കഥ ഓർക്ക്. ക്ഷമിക്ക് നീ. പൊന്നു മോളല്ലേ, കഥ ഓർക്കടാ. അമ്മ ഇപ്പൊ തുറക്കും. സുമേ,
ദേ കൊച്ചൊക്കെ ആകെ പേടിച്ചിരിക്കുക. സുമേ, എടി തുറക്ക്. സുമേ, നീ എന്തെടുക്ക് പറഞ്ഞു ഇത്ര നേരം? ഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞില്ലേ നീ? അതെ, എന്തു പറ്റി? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ആകെ വേർത്തല്ലോ നീ. എന്തു പറ്റി? എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? എന്തിന്? എന്തോ എനിക്കങ്ങനെ തോന്നി. ഇതാ നിന്റെ കുഴപ്പം. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടും. ഞാൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ശ്രീയോട് വഴക്കിടാറില്ല. ദേഷ്യം കൊണ്ട് ഞാൻ സ്ത്രീയെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ എന്നോട് തന്നെ വെറുപ്പ് തോന്നും. അതൊക്കെ വിട്ടുകളാ. നീ കാപ്പി കുടിക്ക്. സാരമില്ല, പോട്ടെ. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെ ഈ വഴക്കിടുന്നതൊക്കെ സ്നേഹക്കൂടുതലുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഫിലോസഫർ ഉണർന്നല്ലോ. എന്റെ മോൾ ഉച്ചത്തേക്കുള്ള പരിപാടി നോക്ക്. ഞാൻ അച്ഛനും പിന്നെ വിളിക്കട്ടെ. ഓക്കെ, ചെൽ. വാ, അമ്മ മോന് പായസം ഉണ്ടാക്കി തരാം. വാ. ഹലോ ഹലോ ഹലോ. ആ ശ്രീകുട്ടാ, ഞാൻ പള്ളിയിലായിരുന്നു. അതാ ഫോൺ എടുക്കാൻ പറ്റാഞ്ഞത്. എന്താ രാവിലെ തന്നെ? ഫ്രീ ആണോ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നിനക്കറിയാലോ, ഞാൻ ഒരു കൂടായ്പ പണിക്ക് പോകാത്ത ആളാ. എന്നിട്ട് ഈശ്വരൻ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ നിന്റെ അടുത്ത് സുമയുടെ കാര്യങ്ങൾ പറഞ്ഞു ഓർക്കണ്ടോ നീ? അവളുടെ ചില മൂഡ് സ്വിങ്സ് അല്ലേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ അവളുമായിട്ട് കൺസൾട്ടേഷൻ എന്റെ അടുത്തേക്ക് വരാൻ. ഇപ്പോ എന്തായാലും അടുത്ത് തന്നെ ഒരു കൺസൾട്ടേഷൻ വേണ്ടി വരും. പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രത്യേകിച്ചെന്ന് പറഞ്ഞാ എന്നുള്ളത് തന്നെ. ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് എന്തോ സ്വഭാവത്തിന് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ പോലെ. എന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ. അതുപോലെ തന്നെ എന്നോട് വെറുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ പറയുന്നു. നമുക്ക് തന്നെ സങ്കടം തോന്നും അവളുടെ ചില നേരത്തെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ ഈ കണ്ട ആളെ അല്ല, ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാൻ തോന്നും. അതുപോലുള്ള സ്വഭാവം. ആ ശ്രീകുട്ടാ, മിക്ക ഭർത്താക്കന്മാർക്കും ഭാര്യമാരെന്ന് വെച്ചാ അവരുടെ ദേഷ്യവും കാമവും ഒക്കെ തീർക്കാനുള്ള ഒരു വസ്തു മാത്രമല്ലേ? ഈ ചില്ലുകൂട്ടി കിടക്കുന്ന മീനുകളെ പോലെ. നിന്റെ ഈ പുളിച്ച ഫെമിനിസം കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ വിളിച്ചത്. അത് ശ്രീ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്താ എന്താ നീ വിളിച്ചത്? അവളുടെ ഈ ക്യാരക്ടർ ചേഞ്ച് ഒത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഈ വഴക്കുണ്ടാക്കുമ്പോൾ ഈ സഡൻ റിയാക്ഷൻ ഉണ്ടല്ലോ, അതാണ് ആകെ എനിക്ക് സംശയം തോന്നാൻ കാരണം. നിന്നെ വിളിച്ചത് നീ ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാ. എങ്ങനെയെങ്കിലും നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ പറഞ്ഞ സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ സുമ ബൈപ്പോളാർ ഡിസോർഡർ പേഷ്യന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഡിമെൻഷ്യയും ഡിപ്രഷനും മാറി മാറി വരുന്ന ഒരവസ്ഥ. അടുക്കരുത്. അത് ആ രോഗിക്ക് തന്നെ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള പേഷ്യൻസ് നോർമലായി കാണുന്നത് വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിലായിരിക്കും. ഞാൻ നിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുവരാത്തതിന്റെ മെയിൻ കാരണം അവൾക്ക് എൻ്റെ അടുത്തുള്ള സംശയമാണ്. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിക്കരുതെന്ന്. നീ എന്തിനാ ഈ ഓഫീസിലെ സെക്യൂരിറ്റിനെയൊക്കെ വിളിക്കുന്നേ? എന്തിനാ അയാളോട് എന്നെക്കുറിച്ച് ചോദിക്കുന്നത്? അയാൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ നീ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? ആ ചോദിച്ചു. അതിനെന്താ? നിങ്ങൾ എവിടെ പോണെന്നോ ആരെ കാണാൻ പോണെന്നൊന്നും ഞാൻ അറിയണ്ടേ? ഓ, അതിനായിരിക്കും നീ ആ ആദ്യയുടെ പുറകെ നിന്റെ കൂട്ടുകാരനെ അയച്ചിരിക്കുന്നത് അല്ലേ? അതെ, ഞാൻ വിടുന്നോട് ചാരപ്പണി നടത്തുവാണല്ലോ. ഞാൻ ആരെയും വിട്ടിട്ടൊന്നുമില്ല. എനിക്കറിയാം അവളെ. അന്ന് രാജുവിൻ്റെ കൂടെ വന്നാളല്ലേ. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം?
എന്താ നോക്കുന്നേ? നോക്കി പേടിപ്പിക്കണ്ട. ഇത് നിന്റെ കുഴപ്പമല്ലത്, ഇത് നിന്റെ ഈ വർഗത്തിന്റെ കുഴപ്പത്. എന്നോടുള്ള അവളുടെ ഈ സംശയം അവളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫീസിലെ പല കോളുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറ് പോലുമില്ല. ഓഫീസിൽ വെച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പേടിച്ചിട്ടാ വരുന്നത്. ഇനിയിപ്പോ ഇന്നെന്താ പ്രശ്നം എന്ന് ആലോചിച്ചിട്ട്. നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ശ്രീകുട്ട. സുമയ്ക്ക് ഇത് ഈയിടയ്ക്ക് തുടങ്ങിയൊരു പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കല്യാണത്തിന് മുൻപ് ഉണ്ടായിരുന്നിരിക്കണം. അത് നിന്നോട് കാണിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഈ സമയത്ത് അവർക്ക് ഭയങ്കര ദേഷ്യവും വാശിയും ഒക്കെ ആയിരിക്കും. എന്നോടുള്ള വാശിക്ക് അവൾ പലതവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് അവൾ റീസൺ പറയുന്നത് എനിക്ക് വേറെ ബന്ധമുണ്ടെന്ന്. സത്യം പറഞ്ഞ മടുത്തു. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ വേണ്ടാന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടേനെ, എന്നെ മനസ്സിലാക്കിയേനെ. ഇല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. പക്ഷെ കൊച്ചിനെ ഞാൻ കൊണ്ടുപോകും. നീ ഇവിടുന്ന് പോവില്ല, കൊച്ചിനെ വിട്ട് കൊണ്ടുപോവില്ല. നീ ഇല്ലില്ല, ഞാൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾ അവളുമായിട്ടുള്ള ബന്ധമല്ല അവസാനിപ്പിക്കണം. അത് പറ്റിയല്ലേ? ഇല്ല, പറ്റടി. എനിക്ക് അവളാണെങ്കിൽ സൗകര്യങ്ങളും തരും. സത്യം പറയാലോ സുമേ, മടുത്തു എനിക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പിരിയാം. അതാ നല്ലത്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. സുമേ, നിനക്കെന്നെ ഒഴിവാക്കണം അല്ലേ? നിന്നെ ഞാൻ ആദ്യം ഒഴിവാക്കി തരാടാ. നിനക്ക് അവളുടെ കൂടെ പോണല്ലേ, അതിനുള്ള അടവാലിയതല്ല. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, ഒഴിവാക്കുന്നതിന്റെ കുറ്റബോധവും ഇല്ല. എന്തിനാ ശ്രീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? വെറുതെ ആണെങ്കിലും ഞാൻ ആശിക്കും ഇതൊരു സ്വപ്നമായിരുന്നെങ്കിലെന്ന്. അവളെ മറന്നിട്ട് എന്നെ സ്നേഹിച്ചൂടെ? നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ച ഞാൻ വെറും വണ്ടി. നീ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവളുടെ കൂടെ ജീവിക്കണ്ടടാ പട്ടി. ശ്രീകുട്ട, നീ നാളെ അവളുമായിട്ട് വീട്ടിലേക്ക് വാ. കൺസൾട്ടിങ്ങിനാണെന്ന് പറയണ്ട, ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അവളതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ കൊണ്ടുവരാം. ഞാനിതൊക്കെ പലതവണ അവളോട് പറഞ്ഞതാണ്, അവൾ കേൾക്കാറില്ല. പിന്നെ അറിയാലോ, പറഞ്ഞാൽ പിന്നെ വാശി കൂടും. പിന്നെ വഴക്കൊഴിവാക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കാറുമില്ല. ആരാ ഫോണില്? ഫ്രണ്ടാണ്. ഏത് ഫ്രണ്ട്? നീ അറിയില്ല? ഞാൻ അറിയും. ഇത് അവളല്ലേ, ആ ബാംഗ്ലൂരുകാരി. അവള് നാട്ടിൽ വന്നിട്ടുണ്ടല്ലേ? സുമേ, നീ നീ വിചാരിക്കും പോലെ ഒന്നുമല്ല, ഇത് ഡോക്ടറാണ്. ഹലോ 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 ശ്രീകുട്ട. സുമേ, നീ വാർത്ത കേട്ടാ? 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾ യുവതികൾ എന്ന് സുപ്രീം കോടതി. യുവതികളെ കിഴവികൾ എന്ന് വിളിക്കുന്നവർക്ക് തടവും പിഴയും. കേട്ടോ? നിങ്ങളുടെ അമ്മയെ ഞാൻ യുവതി എന്ന് വിളിക്കണമെന്നാണോ? എന്നല്ല, ഇനി നിന്റെ അമ്മയെ യുവതി എന്ന് വിളിക്കേണ്ടി വരില്ല. ഞാൻ അതാലോചിച്ചതാ. വേണമെങ്കിൽ അങ്ങനെ വിളിക്കേണ്ടി വരും. നിങ്ങളുടെ അമ്മയെ പോലെ എന്റെ അമ്മ കിളവിയൊന്നും അല്ല. എന്റെ പൊന്നെ, ഒരു നല്ല കാര്യം പറഞ്ഞ് അതിനകത്ത് കയറി പിടിച്ചോണം.